ഹായ്, നമുക്കിന്ന് 1 മിനിറ്റ് ഇംഗ്ലീഷിലേക്ക് പോകാം. ഇന്നലെ നമ്മൾ 1 മിനിറ്റ് ഇംഗ്ലീഷിൽ നമ്മുടെ പ്രൊഫൈലാണ് പറഞ്ഞത്. അതായത് നമ്മളെക്കുറിച്ച് പരമാവധി പറയുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻറ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. എങ്ങനെ കോൺഫിഡൻസ് കൂട്ടുക? ഒരുപാട് നേരം സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രൊഫൈലിൻ്റെ വേർഡ് ക്യൂകളുണ്ട്. ആ ക്യൂ ഉപയോഗിച്ച് ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 1 മിനിറ്റ് ഒന്നുമല്ല, 1-2 മിനിറ്റ്, 2-3 മിനിറ്റ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ 1 മിനിറ്റ് ഇംഗ്ലീഷിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് അതേ വേർഡ് ക്യൂ ഉപയോഗിച്ചിട്ട് ചെറിയ ഡിഫറൻസോടുകൂടി, ചെറിയ മാറ്റത്തോടു കൂടി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ലെറ്റ് us go to 1 മിനിറ്റ് ഇംഗ്ലീഷ്. ടോക്കിംഗ് അബൌട്ട് മൈ ഫ്രണ്ട്. ഐ വുഡ് ലൈക്ക് ടു എന്ന് ആദ്യം പറയാം. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട്. ഇങ്ങനെ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട്. ഞാൻ ഒരാളെ പറ്റി പറയാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ട് ജെറീഷിനെ കുറിച്ച് പറയാമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഫ്രണ്ട് ജെറീഷ്. എങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഫ്രണ്ട് ജെറീഷ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇനി പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്. സ്ഥലം പറയുമ്പോൾ ഐ കം ഫ്രം എന്ന് തന്നെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി വേറൊരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഹി കംസ് ഫ്രം എന്ന് പറയണം. എങ്ങനെ? ഹി കംസ് ഫ്രം വയനാട്. ഹി കംസ് ഫ്രം വയനാട്. അപ്പോൾ 2 സെന്റൻസ് ആയി. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഫ്രണ്ട് ജെറീഷ്. ഹി കംസ് ഫ്രം വയനാട്. ആൻഡ് ഹി ഈസ് 35. ഹി ഈസ് 35 എന്നാണ്. ഓക്കെ, ഹി ഈസ് 35. He was born in Calcutta in 1989. He was born in Calcutta in 1989. ഒന്ന് പറഞ്ഞു നോക്കിയിട്ട്, he was born. അതേ സെയിം I was born, he was born. രണ്ടും കറക്റ്റ് ആണ്, ഒന്നും മിസ്റ്റേക്കുകളില്ല. ഇനി വേറൊരു സെന്റൻസ് പറയാനുള്ളത്, he was born in Calcutta in 1989 എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് he lives. എവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്? he lives in മാനന്തവാടി. he lives in മാനന്തവാടി എന്നും കൂടി ചേർത്ത് പറയാം. അപ്പോൾ എല്ലാ സെന്റൻസും കൂടി ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു നോക്കാം. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, കം ബാക്ക്. തിരിച്ചു വന്നിട്ട് നമുക്ക് അടുത്ത സെന്റൻസ് കൂടി ആഡ് ചെയ്യാം. ഷീ ഈസ് അല്ലെങ്കിൽ ഹി ഈസ്. He is a teacher. She is a dancer. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി അല്ലെങ്കിൽ ഹി ഈസ് എ ഹോം മേക്കർ. വീട്ടുകാരെ കൊണ്ട് ഹൗസ് വൈഫ് എന്ന് പറയൽ ഇപ്പം നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൗസ് വൈഫ് എന്ന് പറയാൻ പാടില്ല, നമ്മൾ കുറച്ചുകൂടി റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ഹോം മേക്കർ അല്ലേ. ഒരു വീടാവണമെങ്കിൽ, ഹൗസ് ഹോം ആവണമെങ്കിൽ അവിടെ ഒരു ഹോം മേക്കർ വേണം. അത് ആണാവട്ടെ പെണ്ണാവട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളെ നമ്മൾ ഹോം മേക്കർ എന്നാണ് പറയാം. അപ്പോൾ ഹി ഈസ് എ ഹോം മേക്കർ അല്ലെങ്കിൽ ഷീ ഈസ് എ ഹോം മേക്കർ എന്ന് പറയാം. ഹി ഈസ് എ ടീച്ചർ. അപ്പോൾ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മൈ ഫ്രണ്ട് ജെറീഷ് ആൻഡ് ഹി ഈസ് എ ഹോം മേക്കർ. ഓക്കെ, എന്ന് പറയുന്നതിന് പകരം ഹി ഈസ് എ ടീച്ചർ. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ 5 വർഷമായി താമസിക്കുന്നു. ഇപ്പോൾ പുതിയ വീടൊക്കെ വെച്ച് 5 വർഷമായ വീട്ടിൽ തന്നെയാണ് താമസം. ഹി ഹാസ് ബീൻ ലിവിംഗ് ഇൻ ഹിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 5 years. നമ്മൾ ഇന്നലെ പറഞ്ഞു ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ മൈ ഹൗസ് ഫോർ ദ ലാസ്റ്റ് 12 years എന്നൊക്കെ പറഞ്ഞു. അതേപോലെ വ്യത്യസ്തമായ ചെറിയൊരു വ്യത്യാസത്തോടു കൂടി നമുക്ക് വേറൊരാളെ പറ്റി പറയും. ഹി ഹാസ് ബീൻ ലിവിംഗ് ഇൻ ഹിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 5 years. എങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. ഹി ഹാസ് ബീൻ ലിവിംഗ് ഇൻ ഹിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 5 years. ഇതൊന്ന് ഒന്നിച്ച് പറയാം. നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് ഒന്നിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഇനി അടുത്ത സെന്റൻസ്. ഹി ലൈക്സ് ട്രാവലിംഗ്. ഹി ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ. ഹി ലൈക്സ് ഐസ്ക്രീം. ഹി ലൈക്സ് സിഗരറ്റ്സ്. ഹി ലൈക്സ് ബിരിയാണി എന്നൊക്കെ പറയാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. ഹി ഡസൻറ്റ് ലൈക്ക് എന്ന് പറയാം. അയാൾക്ക് ഇഷ്ടമില്ലാത്ത പറയുമ്പോൾ ഹി ഡസൻറ്റ് ലൈക്ക് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി അയാൾക്ക് ഒരു കാര്യമുണ്ട്. ഹി ഹാസ് എ ബൈക്ക്. ഹി ഹാസ് എ കാർ. ഹി ഹാസ് എ ബ്യൂട്ടിഫുൾ കാർ. ഹി ഹാസ് എ ബിഗ് ഹൗസ്. ഹി ഹാസ് 2 brothers and 2 sisters എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ് ഹി ഹാസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന അടുത്ത സെന്റൻസ്. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക, പറഞ്ഞു നോക്കുക. ഇനി അടുത്ത സെന്റൻസിലേക്ക് പോകാം. ഹാസ് പ്ലസ് നമ്മൾ നേരത്തെ ഹാവ് ആണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രൊഫൈലിൽ പറഞ്ഞത് ഐ ഹാവ് എന്നാണ് പറഞ്ഞത്. അതിന് പകരം ഐ ഹാവ് കംപ്ലീറ്റഡ്. ഐ ഹാവ് കഴിഞ്ഞിട്ട് verb 3 നമ്മുടെ വൊക്കാബുലറിയിൽ verb 1, verb 2, verb 3 ഉണ്ടല്ലോ. ആ verb 3 എടുത്ത് പരിശോധിക്കുക. നമുക്ക് ആവശ്യമുള്ള വെർബുകളൊക്കെ അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെർബുകളാണ്. 3ാമത്തെ ഭാഗത്ത് വരുന്ന വെർബുകൾ ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്. എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. അദ്ദേഹം ദുബായിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു വലിയ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഹി ഹാസ് ഗോട്ട് എൻ അവാർഡ്. ഹി ഹാസ് ഗോട്ട് അല്ലേ. അപ്പോൾ ഹി ഹാസ് ഗോട്ട് അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ ടു ദുബായ്. പോയി എന്ന് പറയുന്നതിന് പകരം ഗോക്ക് പകരം നമ്മൾ സാധാരണ
പോയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ബീൻ എന്നാണ് പറയാം. ഹി ഹാസ് ബീൻ ടു ദുബായ്, ഹി ഹാസ് ബീൻ ടു ഡൽഹി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഹി ഹാസ് ബീൻ. അപ്പോൾ നിങ്ങൾ അതും കൂടെ അല്ലെങ്കിൽ ഹാസ് ഹാവിൻ്റെ കൂടെ ഹാസിൻ്റെ കൂടെ വെർബ് 3 ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്കുക. ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇനി അടുത്ത സെൻറ്റൻസ് ഫ്രീ ടൈം. വെൻ ഹി ഗെറ്റ്സ് ഫ്രീ ടൈം. ഇങ്ങനെ വെൻ ഹി ഗെറ്റ്സ് ഫ്രീ ടൈം ഹി റീഡ്സ് ബുക്സ്, ഹി ട്രാവൽസ്, ഹി ഹാങ്സ് ഔട്ട് വിത്ത് ഹിസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ വെർബ് 1 തന്നെ ഇവിടെ ഉപയോഗിക്കും. ഫ്രീ ടൈമിന് പറയേണ്ടത് വെർബ് 1 ആണ്. വെർബ് 1 ഉപയോഗിച്ച് പറയാം. വെൻ ഹി ഗെറ്റ്സ് ഫ്രീ ടൈം എങ്ങനെ പറയാം? വെൻ ഹി ഗെറ്റ്സ് ഫ്രീ ടൈം ഹി റീഡ്സ് ബുക്സ്, ഹി ഗോസ് ഔട്ട്സൈഡ്, ഹി പ്ലേസ് ഫുട്ബോൾ, ഹി വാച്ചസ് ഫിലിംസ് ഓൺ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി അടുത്തത് ഹി ക്യാൻ. അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഹി ക്യാൻ ജംപ്, ഹി ക്യാൻ റൺ, ഹി ക്യാൻ സ്ലീപ്പ്, ഹി ക്യാൻ ടോക്ക്, ഹി ക്യാൻ സ്പീക്ക് 4 ലാംഗ്വേജസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഹി ക്യാൻ. ഒന്നുകൂടെ പറഞ്ഞു. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ബഡായി എന്ന് പറഞ്ഞേക്കാം. വെൻ ഹി വാസ് ഇൻ മുംബൈ ഹി കുഡ് എന്നൊക്കെ പറയില്ലേ? When he was in Mumbai, he could fight with 5 people. When he was 2 years old, he could climb a tree. When he was 18 years old, he could speak English. എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സെന്റൻസുകളാണ് ഇതിൽ പറയുന്നത്. He could എന്ന് പറഞ്ഞാൽ he could. When he was അതങ്ങനെ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് when he was, അത് കഴിഞ്ഞിട്ട് he could, ഇത് കഴിഞ്ഞിട്ട് ഒരു വെർബ് വേണം. ഓക്കെ, ഒന്ന് നോക്കുക, ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതേപോലെ സെന്റൻസ് ഇനി ഫാമിലി കൂടെ. There are 3 members in his family, his wife and his kid and himself എന്ന് പറയാം. ഓക്കെ, ഇതൊന്ന് എല്ലാം കൂടെ നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് ഇതൊന്ന് ഒന്ന് ബ്രെയിനിലിട്ട് ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് പറയണം. ആദ്യം നോക്കിയിട്ട് ക്യൂ നോക്കിയിട്ട് തന്നെ പറയാം. അതിനുശേഷം നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇനി എങ്ങനെയാണ് ഞാൻ ഈ ഒരു സെന്റൻസ് ഫോം ചെയ്തത് ഒന്ന് നോക്കുക. Hi, I would like to talk about my friend Jirish. He comes from Wayanad. He is 35. He was born in Calcutta in 1989. He lives in Manantawadi. He is a teacher. He has been living in his house for the last 5 years. He likes music. He likes spicy food. He likes traveling and reading too. He doesn't like alcohol. He doesn't like being lazy. He doesn't like a cigarette either. He has 2 brothers and 1 sister. He has a beautiful car and also a very big house. He has completed his post-graduation in psychology. Okay, and he has been to many countries and he has won the best player award in a state level football football match actually. When he gets free time, he travels with his friends. Sometimes he reads books. He goes to library. He can speak almost 5 languages. When he was 7 years old, he could run very fast and he could climb trees very well. There are 3 members in his family: his son, his wife and himself. That's all about himself. Thank you. Okay, ഇതാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയാനുള്ള കാര്യം. അപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന ഒരു 1 മിനിറ്റ് ഇംഗ്ലീഷ് സ്പീച്ചാണ്. ഇതൊന്ന് പറയാം, നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയുടെ മുന്നിൽ നോക്കി നിന്നിട്ട് പറയാം. ഇത്തിരി റഫാണ്, ഇത്തിരി ബോറിംഗ് ആണ്, എനിക്കറിയാം. ഇത് ഇത്തിരി ആണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് വളരെ ഈസി ആവാനുള്ള സംഗതികളാണ്. ഒരുപാട് സെൻറ്റൻസ് ടൈപ്പുകൾ ഇതിൻ്റെ അകത്ത് അറിയാതെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് കണ്ണാടിയുടെ മുന്നിലേക്ക് നിന്ന് നന്നായിട്ട് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുക. വിളിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. ഫോൺ ചെയ്തിട്ട് മാം, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് മൈ ഫ്രണ്ട് ജെറീഷ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് പറയാം, അത് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യാം.